പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 2 Peter chapter 1 verses 10 and 11. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. Verse 11 reads in this manner, for in this way the entrance into the eternal kingdom of our Lord and Savior Jesus Christ will be abundantly supplied to you. എന്താണ് ഈ വാക്യത്തിന്റെ ഉദ്ദേശം? What is the purpose of this verse? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കില്ലയോ? Won't everybody who believes on the Lord Jesus Christ for the salvation of the sins be receiving heaven? തീർച്ചയായിട്ടും എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. Of course they will be able to enter heaven. എന്നാൽ ചിലർക്ക് വളരെ സമൃദ്ധമായ പ്രവേശനമുണ്ടായിരിക്കും. But for some there will be abundantly this entrance will be supplied. ചിലരാണെങ്കിൽ കഷ്ടിച്ച് അവിടെ എത്തുക മാത്രമേ ഉള്ളൂ. But some with great difficulty will reach there. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്നും കൽക്കട്ടയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. I remember this instance when I had to travel from Bangalore to Calcutta. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. I doubt I've already mentioned this here. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റിലാണ് പോയത്. ബാംഗ്ലൂർ കൽക്കട്ട എയർപോർട്ടിൽ എത്തിയപ്പോൾ എയർപോർട്ടിൽ നിറയെ പോലീസുകാരും അതുപോലെ പാർട്ടി പ്രവർത്തകരുമായിരുന്നു. I was traveling from Bangalore to Calcutta by flight, and at the airport in Calcutta there was a lot of police and a lot of party people as well. എന്നാൽ അവരുടെ കൈകളെല്ലാം പൂമാലയും അതുപോലെ ഒക്കെ കയ്യിലുണ്ടായിരുന്നു. And on their hands they had many flowers and bouquets as well. ഞാൻ ഒരിക്കലും സംശയിച്ചില്ല എനിക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ളത്. I never thought it was for me for one instance. എന്നാൽ എന്റെ കൂടെ യാത്ര ചെയ്തവരിൽ ഒരാള് ഒരു മന്ത്രിയായിരുന്നു. But one person who was traveling along with me was a minister. അദ്ദേഹം അവിടെ വന്നത് പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ്. And he had come there for a particular purpose. അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വലിയൊരു ജനാവലി ഇവിടെ ഉണ്ടായി. And to welcome him to the place there was a great multitude of people there. എന്നാൽ എന്നെ പോലുള്ള പലരും ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. But there were like me many people in that same flight. ഞാൻ അവിടെ ചെന്നതോ ഇറങ്ങിയതോ ആരും അറിഞ്ഞതേ ഇല്ല. But nobody knew when I entered and when I left either. ഞാൻ കരുതുന്നത് നാം ഒക്കെയും സ്വർഗത്തിൽ എത്തുമ്പോഴും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നതാണ്. And the truth is that these kind of instances might be prevailing even in heaven. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിലെത്തും. All those who believe in the Lord Jesus will reach heaven. എന്നാൽ ചിലർക്ക് അവിടെ വളരെ ഗ്രാൻഡ് വെൽക്കം, വളരെ ധാരാളമായ പ്രവേശനം ഉണ്ടായിരിക്കും. But for some there will be a very grand welcome. അതുകൊണ്ട് ഇന്നത്തെ സന്ധ്യാവേളയിൽ നമുക്ക് നമ്മുടെ പ്രവേശനം ഏത് നിലയിലായിരിക്കും എന്നുള്ളത് നാം ഉറപ്പുവരുത്തണം. So we need to understand the certainty of the entrance that we'll be having in heaven. ഇന്ന് സന്ധ്യാവേളയിൽ എന്റെ മുൻപിലുള്ള വിഷയം വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. എന്നാൽ ചുരുക്ക സമയത്തിനുള്ളിൽ അത് എങ്ങനെ തീർക്കാം എന്നുള്ളത് എനിക്ക് വളരെ സന്ദേഹമുണ്ട്. The topic that I have is a very lengthy subject, but I will try to put it in a very short form. ഇവിടെ 10-ാം വാക്യത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വായിക്കുന്നത്. We see 3 things in verse 10. ഈ വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന വാക്കുകൊണ്ടാണ്. It starts with the word therefore. തീർച്ചയായിട്ടും മുൻപുള്ള വാക്യങ്ങളുമായിട്ട് ബന്ധമുള്ള വാക്യമാണ് വാക്കേണ്ടത്. And this word refers to that we need to look to the previous verses before this. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ആ വിഷയത്തിലേക്ക് ഞാൻ അല്പസമയത്തിന് ശേഷം മടങ്ങി വരാം. We will come back to that later. അതിനുശേഷം നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. Says, brethren, be all the more diligent to make certain about His calling and choosing you. എന്നൊക്കെ താഴെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. Depending on the Lord, I want to share 3 things with regard to the word ministry. ഒന്നാമതായി നമ്മുടെ വിളി. First is our calling. രണ്ടാമത് നമ്മുടെ തെരഞ്ഞെടുപ്പ്.
Second is our choosing. മൂന്നാമത് നമ്മുടെ ഉറപ്പ്. And third is the assurance. അപ്പോൾ ഇവിടെ വിളിയും തെരഞ്ഞെടുപ്പും ഇത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. The calling and the choosing is what God has done. അതിലെങ്ങനെയാണ് നമുക്ക് ഉറപ്പ് കിട്ടുന്നത്? How do we get assurance for that? ദൈവം എന്നെ വിളിച്ചോ, ദൈവം എന്നെ തെരഞ്ഞെടുത്തോ എന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? How do I know whether I am called and chosen? എങ്ങനെയാണ് എനിക്കൊരു ഉറപ്പ് ലഭിക്കുന്നത്? How do I get that assurance? നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നത്. I'm speaking the word of God to you, believing that most of you are all saved. എങ്കിലും ഒന്ന് രണ്ട് പേര് ഈ കൂട്ടത്തിൽ ഇപ്പോഴും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടായിരിക്കാം. But there might be some among you who are not yet saved. നമ്മുടെ രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ രക്ഷയെ സംശയിക്കാത്ത ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണുകയില്ല. There is no doubt that there will be times when we have for those who have been saved have questioned the genuineness of their salvation. രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെട്ടു എന്ന നിഗമനത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് രക്ഷയെക്കുറിച്ച് ഒരിക്കലെങ്കിലും സംശയമുണ്ടാകുകയും അതിന് സംശയ നിവാരണം വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. It is better for us to really examine ourselves and have that question in our hearts whether we are truly saved rather than living in the false pretense that we are saved. എന്നാൽ അനേകരും രക്ഷിക്കപ്പെട്ടു എന്നുള്ള നിലയിൽ കഴിയുകയാണ്. And that the truth is that so many believe that they are just simply saved. എന്നാൽ അവർ ഒരു പക്ഷെങ്കിൽ ചിലരെങ്കിലും അതിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടായിരിക്കാം. But in that multitude there might be people who are not genuinely saved. അതേ സമയത്ത് തന്നെ രക്ഷിക്കപ്പെട്ടവരായ നമുക്ക് അതിനുള്ള ഉറപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. And at the same time, those who are already saved need to have that assurance that we are saved. ഒരിക്കലും നമ്മുടെ രക്ഷയെക്കുറിച്ച് സംശയം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നുള്ള ഒരു വലിയ തെറ്റല്ല. It's not a wrong thing that the thought of maybe you are not really saved comes into your head. എന്നാൽ അങ്ങനെയുള്ള ഒരു സംശയം ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ നിവാരണം വരുത്തേണ്ടതാണ്. But when that doubt comes into your heart, we need to make an effort to relieve ourselves of that doubt. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And for a short while, I want to take some time to address that situation. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നില്ല. I'm not going to the background of this passage. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ദൈവമക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, സഹോദരന്മാരെ നിങ്ങളുടെ വിളി നിങ്ങൾ ഉറപ്പാക്കണം. But the Apostle Peter over here is encouraging the brethren over here and saying, "Brethren, be all the more diligent to make certain about His calling and choosing you." നാം ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശേഷം പുതിയ നിയമത്തിൽ അവിടെ രണ്ട് തരത്തിലുള്ള ദൈവവിളിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. When we go to the New Testament, there are two types of calling that we see over there. ഒന്നാമതായി ഒരു പൊതുവായ വിളിയുണ്ട്. One is a general calling. രണ്ടാമതായി ഒരു പ്രത്യേകമായ വിളിയുമുണ്ട്. And the second is a specific calling. ഈ രണ്ടും തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. These are two things that are clearly taught in Scripture. അനേക വാക്യങ്ങളുണ്ട്, എല്ലാവരും വായിക്കാനുള്ള സാവകാശമില്ല. There are many Scripture passages in relation to this. എന്നാൽ അതിപ്രധാനമായ ചില വാക്യങ്ങൾ വായിക്കാതിരിക്കാൻ തരമില്ല. But I would like to highlight certain specific verses in relation to that. പൊതുവായ വിളിയെക്കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. Let's think about the general calling first of all. ഈ വിളി എവിടെ നിന്നാണ് കേൾക്കുന്നത്? When we get this calling, ഇത് പ്രസംഗകൻ വിളിക്കുന്ന വിളിയാണ്. this is the preacher's calling. ആര് വിളിച്ചാലും ഏത് പ്രസംഗി ദൈവഭാഗത്തേക്ക് അടുത്തു വരുവാൻ ജനങ്ങളെ വിളിക്കുന്നു, അത് പൊതുവായ ഒരു വിളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. It is the preacher who does a general call to the public to listen to the word of God and come back to God. ഇനി വിളി കേൾക്കുന്നത് ആരാണ്? And who is the one who listens to this call? ദൈവവചനപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരും അല്ലാത്തവരും എല്ലാവരും ഈ വിളി കേൾക്കുന്നുണ്ട്. And it is under no distinction, everybody is subject to this call. മത്തായി സുവിശേഷം 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. We read in Matthew's Gospel chapter 22 verse 15 like this. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. Many are called, but few are chosen. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. Many are called, but few are chosen. എന്താണ് അതിന്റെ അർത്ഥം? What does that mean? ഇത് പൊതുവായ വിളിയെ പറ്റിയാണ് പറയുന്നത്. This is talking about a general calling. ഒരു വിശേഷപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകതരമായ വിളിയെ പറ്റിയാണ് പറയുന്നത്. This is not talking about a specific calling. ഈ
ഈ നിലയിൽ അനേകരെ ദൈവം വിളിച്ചിട്ടുണ്ട്. And in this general call, many have been called. എന്നാൽ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്നുള്ള സത്യം കൂടെ നാം മനസ്സിലാക്കണം. But we should understand too that not everyone is chosen. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. Matthew's Gospel chapter 9 verse 13 reads like this. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത്. I did not come to call the righteous but sinners. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ വിളിക്കുവാനായിട്ടാണ്. So we see that Lord Jesus Christ came to this world to call the sinners. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വളരെ സുപരിചിതമാണ്. You know Matthew chapter 11 verse 28 very well. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come to me all who are weary and heavy laden, I will give you rest. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരസ്യ വേളയിൽ താൻ വിളിക്കുന്ന ഒരു വിളിയാണ്. When our Lord Jesus Christ was in this world, this was the call that he gave to the general public. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും Come to me all who are weary and heavy laden. എല്ലാവരെയും കർത്താവ് വിളിക്കുന്നുവെങ്കിലും എല്ലാവരും കർത്താവിന്റെ അടുക്കൽ വന്നില്ല എന്നുള്ള വസ്തുത നമുക്കറിയാം. Even though he called everyone to come to him, not everybody came to him. ഇത് കർത്താവിന്റെ ഒരു ജനറൽ കോളാണ്, അല്ലെങ്കിൽ ഒരു പൊതുവായ വിളിയാണ്. And this is the Lord's general call to the public. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം, Luke's Gospel chapter 14, അതിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ verses 16 and onwards. അവിടെ നമുക്ക് വലിയ അത്താഴത്തിന്റെ ഉപമ വായിക്കാനായിട്ട് കഴിയില്ല. We see a parable of a great supper over there. അവിടെ കർത്താവ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഈ അത്താഴം ഒരുക്കിയതിനു ശേഷം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. And we see once the supper is made, he calls everybody to come for that. എന്നാൽ നമ്മൾ അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. We read like this in verse 17. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു, ആ ക്ഷണിക്കപ്പെട്ടവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. And at the dinner hour he sent his slave to say to those who had been invited, come, for everything is ready now. But they all alike began to make excuses. ഇനി 19-ാം വാക്യം 21-ാം വാക്യം നോക്കിയാട്ടെ. Look at verse 21 as well. ദാസൻ മടങ്ങിയുള്ള യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടിലുള്ളവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുവുകളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. And the slave came back and reported this to his master. Then the head of the household became angry and said to his slave, go out at once into the streets and lanes of the city and bring in here the poor and crippled and blind and lame. 23-ാം വാക്യത്തിൽ Verse 23. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കുക. And the master said to the slave, go out into the highways and along the hedges and compel them to come in so that my house may be filled. ഇവിടെ പൊതുവായ ഒരു വിളിയും അതുപോലെ പ്രത്യേകമായ ഒരു വിളിയും ഇവിടെ തന്നെ നമുക്ക് കാണാൻ You കഴിയും. can see over here both a general call and a specific call over here. ഇനി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിനും 17-ാം വാക്യം. John chapter 7 verse 37. അവിടെ നമുക്ക് സുപരിചിതമായ വാക്യമാണ്, ഞാൻ പറഞ്ഞു പോകട്ടെ. You know this verse very well. ദാഹിക്കുന്നവൻ എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ. If anyone is thirsty, let him come to me and drink. അപ്പോൾ അവിടെ കർത്താവ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് താൻ എല്ലാവരെയും തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. You see that on this great day of the feast, and he's calling everybody to come to him. എല്ലാവരും ദാഹിക്കുന്നവരാണ്. Everybody is thirsty. എല്ലാവരെയും കർത്താവിലേക്ക് വിളിക്കുകയാണ്. And he's calling everyone to come to him. എന്നാൽ എല്ലാവരും തന്റെ അടുത്തേക്ക് വന്നോ? But did everyone come to him? വന്നിട്ടില്ല. No. അപ്പോൾ കർത്താവ് ജനറലായിട്ട് അനേകരെ വിളിച്ചിട്ടുണ്ട്. So we see that the Lord Jesus has called everyone. എന്നാൽ എല്ലാവരും കർത്താവിന്റെ അടുത്ത് ചെന്നില്ല എന്നുള്ളതും സത്യമാണ്. And the truth is that not everyone had come to him. അനേകർ സുവിശേഷത്തിന്റെ വിളി കേൾക്കുന്നുവെങ്കിലും എല്ലാവരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. The truth is that even though many hear the call of the gospel, they did not come forward to it. അപ്പോൾ
തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പൊതുവിളിയുണ്ട് എന്നുള്ളതാണ്. And so clearly what you can see in scripture is that there is a general call. രണ്ടാമതായി ഒരു പ്രത്യേക വിളിയുണ്ട്. And then there is a second call which is a specific call. ഈ വിളിയെ പറ്റിയാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. And this is what Apostle Peter is mentioning over here. നിങ്ങളുടെ വിളി നിങ്ങൾ ഉറപ്പാക്കണം. You have to make certain about his calling. ഈ വിളിക്ക് ചില പ്രത്യേകതകളുണ്ട്. There are certain specialties about this calling. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തരാത്മാവിൽ സുവിശേഷം കേൾക്കുന്ന സമയത്തോ അതിനുശേഷമോ നൽകുന്ന ഒരു വിളിയാണിത്. This is a calling that comes when the Holy Spirit works in the hearts of a person. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുന്ന സമയത്തോ അതിനുശേഷമോ ഈ വിളി ലഭിക്കുന്നു. And he gets that calling once he listens to the gospel. ഈ വിളി അവനെ തടയുവാനോ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുവാനോ കഴിയാത്തൊരു വിളിയാണ്. And this is a call that is irresistible. അപ്പോൾ ഇതൊരു പ്രത്യേകമായ വിളിയാണ്. And this is a very special calling. പ്രസ്തുത വിളി കേൾക്കുന്നവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം രക്ഷിക്കപ്പെടുവാൻ ഇടവരും. And then whoever receives this calling will become saved. ഇനി ഈ വിളിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. And let's look at the specialities about this calling. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കാൻ സമയമില്ല. There's no time to go through all the verses. തിമോഥെയോസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 Timothy chapter 1 verse 9 reads like this. ഇത് ഒരു വിശുദ്ധ വിളിയാണ്. This is a holy calling. രണ്ടാമതായി ഫിലിപ്പിയ ലേഖനം 3:14 Philippians chapter 3 verse 14. ഇത് സ്വർഗീയ വിളിയാണ്. This is a heavenly calling. സ്വർഗീയന്റെ ഒരു വിളിയാണ്. This is a call from heaven. മൂന്നാമതായി Thirdly, ഇത് വിളിക്കുന്നത് ദൈവം തന്നെയാണ്. it is God himself who is calling. ഈ വിളിയിൽ മനുഷ്യന് യാതൊരു ഭാഗവുമില്ല. There is no part in man's effort being shown over here. ഒരു മനുഷ്യന് സുവിശേഷം പറയുമ്പോൾ രക്ഷയിലേക്ക് വരാനായിട്ട് ആഹ്വാനം ചെയ്യുമെങ്കിലും Even though man is involved in the process of calling a person to repentance, ദൈവം ചിലരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു, അവരെ കർത്താവിന്റെ ഭാഗത്തേക്ക് വിളിക്കുന്നു. which is God is intervening and calling that person to repentance. ഇത് വിളിക്കുന്നത് ദൈവമാണ്. It is the God who calls that person to repentance and to that calling. കൊരിന്ത്യർ 1:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 Corinthians chapter 1 verse 9 reads like this. വിളിക്കുന്നത് ദൈവമാണ്. It is God who is calling. പത്രോസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിലും അത് തന്നെ കാണുന്നുണ്ട്. We see that in First Peter chapter 1 verse 3 as well. വിളിക്കുന്നത് ദൈവമാണ്. It is God who calls. 1 തെസ്സലോനിക്കർ 5:24 വിളിക്കുന്നവൻ വിശ്വസ്തനാണ് എന്ന് വായിക്കുന്നു. 1 Thessalonians chapter 5 verse 24 says that one who calls is faithful. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-15 വാക്യങ്ങളിൽ Galatians chapter 1 verses 6 and 15. അവിടെ കൃപയാൽ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. It is by grace that we have been called. അപ്പോൾ ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. It is God who has called us. ദൈവം തന്റെ കൃപ പ്രകാരമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. And it is by His grace He has called ഇത് us. സ്വർഗീയ വിളിയാണ്. This is a heavenly calling. ഇത് വിശുദ്ധ വിളിയാണ്. And it is a holy calling. ഇനി ഈ വിളിയുടെ ഉദ്ദേശങ്ങളും ഉത്തരവാദിത്വങ്ങളും അത് അല്പസമയം നമുക്ക് നോക്കാം. We should also understand the purpose and responsibilities of this calling. നമ്മൾ നേരത്തെ കണ്ടതാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ We read this again in 1 Corinthians chapter 1 verse 9. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. God is faithful, to whom you are called into fellowship with His Son Jesus Christ our Lord. നമ്മെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? Why has God called us? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് He വിളിച്ചിരിക്കുന്നത്. is calling us into the fellowship with His Son. അപ്പോൾ ഈ നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. This is the reason for which He has called us. അതിൽ തന്നെ നമുക്ക് ഉത്തരവാദിത്വം കാണാനായിട്ട് കഴിയും. And we can see the responsibilities over there as well. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട്. If we have been called into this fellowship with the Son, it is our responsibility to stand strong and firm in that fellowship. രണ്ടാമതായി Secondly, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. 1 Peter chapter 2 verse 9. അവിടെ നമ്മൾ വായിക്കുന്നത്
അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ്. We read over there that he has brought us, called us out of darkness into his marvelous light. അന്ധകാരവും അത്ഭുത പ്രകാശവും രണ്ട് ഓപ്പോസിറ്റിലുള്ള കാര്യങ്ങളാണ്. You see two opposite things in darkness and light. നാം എത്രമാത്രം അന്ധകാരത്തിലായിരുന്നു എന്നുള്ളത് അന്ധകാരത്തിലായിരുന്നപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. You will never understand how dark was the situation we were in our darkness. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മാത്രമാണ് ആ അന്ധകാരവും വെളിച്ചവും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. But it's only when the light of our Lord Jesus Christ shone in that darkness when we were able to understand that. ഈ അന്ധപ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം നാം നോക്കാം. And we need to understand that there is reason why He has called us out of darkness and into His marvelous ആ light. ഒന്നാമധ്യായത്തിൽ അവർക്ക് വായിച്ചേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരുടെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകും. അപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, നമ്മെ സ്വന്തം ജനമാക്കി തീർത്തു എന്ന ഉദ്ദേശമുണ്ട്. നാം നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ നാം പ്രഘോഷിക്കണം. So there is a reason why He has chosen us and called us out of darkness into His marvelous light, that we may proclaim the excellencies of Him. ഗലാത്യലേഖനം 5:13. Thirdly, Galatians chapter 5 verse 13. അവിടെ നമ്മൾ വായിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. We read that you are called to freedom. അതിന്റെ 5-ാമത്തെ 1-ാം വാക്യത്തിൽ 5 verse 1. It was for freedom that Christ set us free. Therefore keep standing firm and do not be subject again to a yoke of slavery. നമുക്ക് അവിടെ നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശവും നമ്മുടെ ഉത്തരവാദിത്വത്തോട് തന്നെ കാണുന്നത്. We see the reason and the responsibility of that calling over there. നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. It was for freedom that Christ set us free. വീണ്ടും അടിമനുഖത്തിലേക്ക് പോകാൻ പാടില്ലേ ഇല്ല. We are not supposed to go back to that yoke of slavery. ദൈവമക്കൾ ഇന്നും അനേക അടിമത്വത്തിലായിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. So truly sorrowful thing that God's people are still bound to slavery of sin. വെളിയിൽ വരുവാൻ കഴിയാത്ത അനേക പാപങ്ങൾക്ക് അടിമകളായി കഴിയുന്ന അനേക വിശ്വാസികളുണ്ട്. So many believers are there who are enslaved to various sins. ഇന്ന് സന്ധ്യയോടെ ഞാൻ എല്ലാം എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. I'm not planning to elaborate anymore. എന്നാൽ ഏതെന്നിന്റെ അടിമയായിട്ടാണ് ഞാനും നിങ്ങൾ കഴിയുന്നത് എന്നുള്ളത് നമ്മെ കുറിച്ച് നാം തന്നെ വിലയിരുത്തണം. But we have to examine our own lives to see what kind of sin we are enslaved to. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. It is for freedom that God has called us. കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നാം അങ്ങേയറ്റം അനുഭവിക്കേണ്ടവരാണ്. We are the ones who have to really experience the freedom that Christ gives us. സ്വാതന്ത്ര്യത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. It is for freedom that Christ has called us. ഇതൊരു പൊതുവായ വിളിയല്ല. This is not a general calling. ഇത് കർത്താവ് നമ്മെ വ്യക്തമായിട്ട് നമ്മെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുള്ളതാണ്. This is a very specific calling that He has given to us. ഇനി തെസ്സലോനിക്കയിലെ 1 തെസ്സലോനിക്കർ 4:7 ഇങ്ങനെ വായിക്കുന്നു. 1 Thessalonians 4 verse 7 reads like this. നാം വിളിച്ചിരിക്കുന്നവനെ പോലെ വിശുദ്ധരാകണം. For God has not called us for the purpose of impurity, but in sanctification. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. It's not for the purpose of impurity, but for sanctification. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ വിശുദ്ധനാണ്, അവനെ പോലെ തന്നെ വിശുദ്ധരാകേണ്ടതാണ്. God has called us to be holy just as He is holy. അതുകൊണ്ട് നാം ഓർക്കേണ്ടത് നമ്മുടെ കർത്താവ് ഏത് നിലയിൽ വിശുദ്ധനായിരുന്നു എന്നുള്ളതാണ്. We need to understand in what way was He holy. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കർത്താവ് എന്തിനാണ് 33.5 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചത്. We sometimes wonder why did He live for 33.5 years in this world. ഒരു 20 വയസ്സിൽ കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടുവെങ്കിലും താൻ വന്നതിന്റെ കാര്യം സാധിക്കുന്നതിനായി He could have accomplished the purpose for His coming over here in 20 years perhaps. പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. But we read in 1 Peter chapter 1 verse 21 like this. പത്രോസിന്റെ 2:21. 2 verse 21 sorry. ഇവരുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് പോയതിന് ദൈവം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കും. Sorry. 1 Peter 2 verse 21.
അതിനായിട്ടുണ്ടോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയി. അതെ, 2:21. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. He has left an example for us. കർത്താവ് ഇത്രയും 33 വർഷത്തോളം ഈ ലോകത്തിൽ ജീവിച്ചത് അനേക ഉദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഉദ്ദേശം നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. There are many reasons why he lived 13.5 years, and one of the main reasons is that to leave as an example for us to follow. ഒരു ശിശുവായി പാർത്ത്, As a disciple, ബാലനായി വളർന്ന്, as a child, ഒരു ടീനേജറായി വളർന്നു, as a teenager, he grew ഒരു up. യുവാവായിട്ട് ജീവിച്ച്, As a youth, he lived. ഒരു മധ്യവയസ്കനായി അവസാനം തന്റെ ജീവൻ ലോകത്തിൽ ജനത്തിന് വേണ്ടി മറുപടിയായി തന്നു. And then as an adult, he gave himself for us. ഈ തന്റെ ഓരോ ജീവിത ഘട്ടത്തിലും കർത്താവ് നമുക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുകയാണ്. In every stage of his life, he has left us an example. നാം കടന്നു പോകുന്ന എല്ലാ പരീക്ഷണ രംഗങ്ങളിലും കർത്താവ് കടന്നു പോയിട്ടുണ്ട്. All of the difficulties that we've gone through, our Lord has gone through as well. അങ്ങനെ കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക വെച്ചിരിക്കുന്നു. And that's why he's left an example for us to follow. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. God has called us not for impurity but for holiness. അഞ്ചാമതായി Fifthly, 1 തിമോഥെയോസ് 6:12 1 Timothy chapter 6 verse 12, അവിടെ നിത്യജീവനായി നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. we read that we have been called for eternal life. എഫെസ്യ ലേഖനം 4:1 വാക്യം, Ephesians chapter 4 verse 1, വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പിൽ എന്ന് നമ്മളിവിടെ വായിക്കുന്നു. we read that we have to walk in a manner that is worthy of the calling which we have been called. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു, അവന്റെ വിളിക്ക് യോഗ്യമായ നിലയിൽ നാം ജീവിക്കണം. So we need to walk in a manner worthy of the calling which we have been called. ഒരു രാജാവിന്റെ മകൻ ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ രാജത്വത്തിന്റെയും ആ രാജാവിന്റെയും പ്രൗഢിയോടുകൂടെ വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. When the son of a king lives in this world, he ought to live in a manner that is representative of that kingdom. എന്തെങ്കിലും നമ്മുടെ മക്കള് എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാല് നാട്ടുകാർ ആദ്യം ചോദിക്കുന്നത് എന്താ? ആരുടെ പേരാണ് നൽകിയത്? When some of our kids, our children gets into something wrong, first thing that comes to the mind of the people, whose son is this? അപ്പോഴ് നമ്മെ കുറിച്ച് നാം ഈ ലോകം ഈ നിലയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എത്രയോ ഖേദകരമായ ചോദ്യമായിരിക്കും. But if the people of this world would ask us this question, how shameful it would be. വിളിച്ചവന്റെ വിളിക്ക് യോഗ്യമായിട്ട് നാം ജീവിക്കണം. We have to walk in a manner worthy of the calling which we have. നമ്മുടെ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് We മനസ്സിലാക്കുക. have to understand the reason for our calling. ഏഴാമതായി Seventhly, 1 Corinthians 7:15 1 Corinthians 7 verse 15, സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. he has called us to peace. കൊലോസ്യർ 3:15 അതേ വിഷയം തന്നെ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. In Colossians chapter 3 verse 15, we read like that as well. അപ്പോൾ ഏക ശരീരത്തിൽ ദൈവം നമ്മെ യോജിപ്പിച്ചിരിക്കുന്നുണ്ട്. പരസ്പരം നാം സമാധാനത്തിൽ ജീവിച്ച മര്യാദകളുണ്ട്. We've been called one body in Christ, we have been called to peace. നാം ദൈവമക്കളെല്ലാവരും നിത്യത മുഴുവനും ഒരുമിച്ച് താമസിക്കാനായിട്ടുള്ളവരാണ്. We are going to be living eternity together. ഈ ലോകത്തിൽ നമുക്ക് ഒരുമിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല എങ്കിൽ നാം എങ്ങനെയാണ് നിത്യതയ്ക്ക് വേണ്ടി വരുന്നത്? If we cannot live in peace with our brethren in this world, how do we expect to live in peace in heaven? അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും അപ്പനമ്മമാരും തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ, സഭയിലെ വിശ്വാസികൾ തമ്മിൽ ഐക്യതയിൽ ജീവിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. So in all dimensions and relationships of our life, we ought to live with unity. പത്രോസിന്റെ 1:21 വീണ്ടും നമ്മൾ കാണുന്നത് കഷ്ടം സഹിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. We read again in 2 Peter that we have been called to suffering. പത്രോസ് 3:9 1 Peter chapter 3 verse 9, അനുഗ്രഹം പ്രാപിക്കുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. we have been called to bless, for blessing. അവസാനമായി 1 തെസ്സലോനിക്കർ 2:11 1 Thessalonians chapter 2 verse 11 lastly, ഇംഗ്ലീഷിലെ 12ാം വാക്യമാണ്. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. we read there in verse 12, we have been called into his own kingdom and glory. പത്രോസ് 5:10 അത് തന്നെ നമ്മൾ വായിക്കുന്നത് നിത്യ തേജസ്സിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. We read that again in the first Peter as well, we have been called for eternal glory.
പ്രിയരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു നിത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്. There is a great purpose for which He has called us, dear brethren. ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ ആ വിളിക്ക് ഉദ്ദേശമുണ്ട്. അതിൽ തന്നെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. If He has called us, there is a reason, and at the same time there is certain responsibilities attached to that calling. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരാം. Let's come to the second point. പത്രോസിന്റെ രണ്ടാം ലേഖനം 1:10 ഭാഗം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഉറപ്പാക്കണം. 2 Peter chapter 1 verse 10, the second part, make your certain of your choosing. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള വിഷയം വളരെ വിശാലമായ ഒരു ഭാഗമാണ്. The matter about God's choosing us is a very important thing. മനുഷ്യവർഗത്തിന്റെ രക്ഷയുള്ള ബന്ധത്തിൽ ദൈവിക നടപടികളിൽ അനേക കാര്യങ്ങളുണ്ട്. And in relation to that, there is many things, humanly speaking. ക്രിസ്തുവിന്റെ മരണം, It's talking about Christ's death, നമ്മുടെ വിശ്വാസം, our faith, രക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ, the grace of our God. വീണ്ടും ജനനം, തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. And we talk about being saved and coming to repentance. All this is relating to that. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ള വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. And the matter of God choosing us is a very important fact. ഇതിലെ അനേക അബദ്ധ ധാരണകളുണ്ട്. And there are many false doctrines and teachings coming across because of that. എന്നാൽ ഇതിനെ അതേക്കുറിച്ചൊന്നും വിവരിക്കാനായിട്ട് എനിക്കിപ്പോൾ സമയമില്ല. There's no time to elaborate on that. എന്നാൽ വിശ്വാസികളെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? What is the scripture remind us about God choosing us? ഒന്നാമതായി, Firstly, യാതൊരു ഉപാധിയും കൂടാതെയുള്ള തെരഞ്ഞെടുപ്പാണ്. there is a calling. There's no condition. Yeah. So, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യത നോക്കാതെയുള്ള തെരഞ്ഞെടുപ്പാണ്. it's a calling that does not look at our worthiness. 1 Corinthians 1:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ഒരു വിശദീകരണം നമ്മൾ വായിക്കുന്നുണ്ട്. We read that in 1 Corinthians chapter 1 verses 26 to 29. അത് സുപരിചിതമായ ഭാഗമാണല്ലോ. It's a very familiar passage to ദൈവം us. നമ്മെ തെരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ യാതൊരു യോഗ്യതയും ദൈവം നോക്കിയില്ല. And God chose us, He did not look at any of our qualities. സാധാരണ ആളുകൾ പറയാറുണ്ട്, എന്റെ അയോഗ്യതയായിരുന്നു എന്റെ യോഗ്യത. Some people mention that my worthiness is my unworthiness. അപ്പോൾ ദൈവം ഞാൻ അയോഗ്യനായിരുന്ന സമയത്താണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. So God chose us even when we were unworthy. കർത്താവ് എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? When did God choose us? വെളിയുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നാം സുവിശേഷം കേട്ടപ്പോഴോ അല്ലെങ്കിൽ കേട്ടതിന് ശേഷമോ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവിലേക്ക് അടുപ്പിച്ചു. We know that when we listen to the gospel, the Spirit of God worked in our hearts and brought us to God. എന്നാൽ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ ഇതെപ്പോഴാണ് സംഭവിച്ചത്? But when did our choosing actually come about? എഫെസ്യ ലേഖനം 1:4 വാക്യം. Ephesians chapter 1 verse 4. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. He chose us in Him before the foundation of the world. ഇതിനർത്ഥം എന്താണ്? ലോകസ്ഥാപനത്തിന് മുമ്പ്, Even before the foundation of the world. സ്വർഗവും ആകാശ ഭൂമണ്ഡലങ്ങളൊക്കെയും ഉണ്ടാകുന്നതിന് മുമ്പ്, ഇവൻ ദൈവദൂതന്മാർ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, അത് സാധാരണ ഉണ്ടായിരുന്നില്ല, അതിനു മുൻപ് ദൈവം മാത്രം ഉണ്ടായിരുന്ന ആ സമയത്ത് പിന്നെ പറയാൻ കഴിയത്തില്ല. അപ്പോൾ ത്രിയേക ദൈവം ചെയ്ത ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ്. The triune God did the matter of choosing us even before the heavens and the earth and even the angels were created. അത് പിതാവായ ദൈവം പുത്രനിൽ നമ്മെ തെരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ We വായിക്കുന്നത്. see that the Father chose us in His Son. ഇനിയും ഈ തെരഞ്ഞെടുപ്പിലുള്ള അതിനുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ കാര്യം, The third thing characteristic relating to choosing. തിരഞ്ഞെടുപ്പ് വ്യക്തികളെയാണ്. He's choosing people. അവർ ദൈവത്തിന്റെ ജനമാണ്. And it is God's people. റോമാലേഖനം 8-ാം 29-30 വാക്യങ്ങൾ. And Romans chapter 8 verses 28, 29 and 30. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു. അവിടെ
നമ്മൾ വായിക്കുമ്പോൾ ആ ഗ്രീക്ക് ഭാഷയിലുള്ള കൺസ്ട്രക്ഷൻ ഈ നിലയിലാണ്. ദൈവം എത്ര പേരെ മുന്നറിഞ്ഞോ അത്രയും പേരെ തെരഞ്ഞെടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. When we read this passage in Greek context, we read over that all those whom he foreknew, he predestined. പിന്നീട് മുൻ നിയമിച്ചവരെ എത്ര പേരെ മുൻ നിയമിച്ചുവോ അത്രയും പേരെ വിളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. And those whom he foreknew, those are the same people who came to that foreknowledge. എത്ര പേരെ നീതീകരിച്ചുവോ അത്രയും പേരെ തേജസ്കരിച്ചു വരികയാണ്. And that many people who were justified, in them also he glorified. ആ നിലയിലാണ് ആ ഭാഷയുടെ കൺസ്ട്രക്ഷൻ കഴിക്കുന്നത്. And that is the Greek construction of that passage over there. കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവം ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. So there are two things that God has done in eternity. അവൻ മുന്നറിഞ്ഞു, അവൻ തെരഞ്ഞെടുത്തു. He foreknew us and he chose us. 29-ാം വാക്യത്തിൽ നമ്മൾ അതിന്റെ ഉദ്ദേശം വായിക്കുന്നുണ്ട്. We read that in verse 29, reason for it. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് പിന്നീട് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. We see that for those whom he foreknew, he also predestined to become conformed to the image of his son. കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവം നമ്മെ മുന്നറിഞ്ഞതും അതുപോലെ തെരഞ്ഞെടുത്തതും വരുംകാല നിത്യതയ്ക്ക് വേണ്ടിയാണ്. We see that he chose us and he foreknew us for the eternity that is going to come. ആരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്? And who did he choose? ദൈവത്തിന് അറിയാം. Only God knows. ദൈവത്തിന് കൃത്യമായ സംഖ്യയുണ്ട്. There is a clear purpose to his calling and choosing. അവരെയാണ് ദൈവം വിളിച്ചതും നീതീകരിച്ചതും. And those are the ones whom he has called and he's വായിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ വായിക്കുന്നത്. അവരെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. We read that in Romans tense that he has glorified them. ദൈവത്തിന്റെ കണ്ണിൽ നാം എല്ലാവരും തേജസ്കരിക്കപ്പെട്ടിരിക്കുക. In God's eyes we are all glorified. ഇതൊരു വാക്യം മാത്രമല്ല. This is not the only verse like this. രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു, സ്വർഗ്ഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. We read in Ephesians chapter 2 that he has raised us up with them and seated us with him in the heavenly places. അപ്പോൾ തെരഞ്ഞെടുത്തത് വ്യക്തികളെയാണ്, എന്നെയും നിങ്ങളെ. So we are people whom he has chosen. നാലാമതായി, Fourthly, തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേവലം മുൻകൂട്ടിയുള്ള അറിവ് കൊണ്ടല്ല. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് പ്രത്യേക ഒരു പ്രത്യേക ബന്ധത്തിനാണ്. God has chosen us for a specific relationship. ഇത് കേവലം ഒരു മുൻകൂട്ടിയുള്ള ഒരു അറിവ് മാത്രമല്ല. It is not something that has come about in the foreknowledge of God. It's a pre-knowledge, okay. ചിലർ പറയാറുണ്ട്, ആരൊക്കെയാണ് രക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്ന് ദൈവം നേരത്തെ അറിഞ്ഞു, ആരൊക്കെയാണ് വിശ്വസിക്കാൻ പോകുന്നതെന്ന് ദൈവം നേരത്തെ അറിഞ്ഞു, അതുകൊണ്ട് ദൈവം അവരെ മുന്നറിഞ്ഞു, തെരഞ്ഞെടുത്തു എന്നാണ് ചിലർ പറയുന്നത്. Some people say that God knows whom he has foreknown, and so because of that, ആരൊക്കെയാണ് വിശ്വസിക്കാൻ പോകുന്നത് എന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്ന് ചിലർ പറയും. some people say that God knows who is going to believe in him, and so those are the ones he has chosen. ഇവിടെ ആർക്കാണ് പ്രാധാന്യം? ദൈവത്തിനാണോ വിശ്വസിക്കാൻ പോകുന്നവർക്കാണോ പ്രാധാന്യം? So who is given the importance? Is it to God or the person who believes? അത് ഒരു മാനുഷികമായ സിദ്ധാന്തമാണ്. And it's a human thing. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവരാണ് വിശ്വസിക്കുന്നത്. God is the one who chooses who will be saved. എന്നാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കേവലം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല. And one thing we should realize that it's not because of election that salvation not merely on election. Not merely on basis of election. No. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുക, വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക, ഇതെല്ലാം ഒരു പാക്കേജാണ്. So we see this calling, election and salvation is all a package. ഒരുവൻ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിക്കണം. One has to believe on the work of the Lord Jesus Christ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 13-17 വാക്യങ്ങളിൽ We read in Romans chapter 8 verses 10 onwards, 13 onwards. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരാൾ അറിയണം.
We see that the one who needs to know about Lord അതിന്റെ Jesus, വ്യക്തിത്വത്തെ കുറിച്ച് അറിയണം, and he needs to know about the person of that person, ക്രൂശുമരണം, പുനരുത്ഥാനം ഇവയിൽ വിശ്വസിക്കണം, and they need to believe on the death, burial, and resurrection of our സുവിശേഷം Lord. കേൾക്കണം, They have to listen to the gospel, രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അവൻ മനസ്സിലാക്കണം, and then they should understand the seriousness of the അവന്റെ salvation, നിസ്സഹായത അവൻ മനസ്സിലാക്കണം, and he should know his helplessness. അവന്റെ വിശ്വാസത്തിന്റെ ആവശ്യകത And മനസ്സിലാക്കണം. he should understand the reason, the need for his faith, അതുപോലെ തന്നെ സുവിശേഷം കേൾപ്പിക്കുകയും ചെയ്യാം. and he should be able to listen to the gospel. അപ്പോൾ ഇതെല്ലാം ഒരു പാക്കേജാണ്. And this is all a package. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. And there are certain responsibilities നാം now. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആര് രക്ഷിക്കപ്പെടും എന്നുള്ളത് വചനത്തിൽ പറയുന്നുണ്ട്. And the scripture reminds us who will be listening to that. നമ്മുടെ പ്രവൃത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ 48-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് കേട്ടതില്ല. അവിടെ നമ്മുടെ വാക്യം നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു എന്നുള്ള വാക്യമുണ്ട്. And then we read over there in Acts, those whom he has appointed, he has called them. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. Those he have appointed had he called to salvation. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ പട്ടണത്തിലായിരുന്നപ്പോൾ When Apostle Paul was in Corinth, ഒരു സ്വപ്നത്തിൽ ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, we see over there that in a dream that this comes about. ഈ പട്ടണത്തിൽ എനിക്ക് അനേകരുണ്ട്. There are many people who are going to believe on my name. തെരഞ്ഞെടുക്കപ്പെട്ട അനേകർ ഈ പട്ടണത്തിലുണ്ട്. There are many who are appointed to eternal life over അതിന്റെ there. അടിസ്ഥാനത്തിലാണ് പൗലോസ് വീണ്ടും അവിടെ തന്നെ തുടർന്ന് തന്നെ ദൈവവചനം പറയുവാനും അനേകർ രക്ഷിക്കപ്പെടുവാനും ഇടവന്നു. And that is the reason why he stayed in that region and preached the gospel. അപ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചു എന്നുള്ള സത്യമാണ്. And it's true that God has called us and chosen us. നമുക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. And there are specific responsibilities attached to that. നാം സുവിശേഷം പ്രസംഗിക്കണം, We have to preach the gospel. മറ്റുള്ളവരോട് സുവിശേഷം കേൾപ്പിക്കണം. We need to share the gospel to ഈ others. സുവിശേഷം കേൾവിലൂടെ മാത്രമേ തെരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടുകയുള്ളൂ. And only those by the hearing of the gospel can be saved. ഈ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഞാൻ അവിടുത്തെ സമയം കടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. There's many more things to be talked about this choosing. അപ്പോൾ ഇത് ദൈവത്തിന്റെ പാർഷ്യാലിറ്റിയത കാണുന്ന പിന്നെയോ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും കരുണയും മാത്രമാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. What we can see from this is not God's partiality, but His mercy and His grace and His love towards mankind. അതുകൊണ്ടാണ് ഇത് സന്ധ്യയോടെ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വന്നത്. And that is why we have been able to come together and worship the ദൈവ Lord. സ്നേഹത്തെയും അവന്റെ കൃപയും അവന്റെ കരുണയും നാം പ്രകീർത്തിക്കുക. We are magnifying Him for His mercy and His grace and His love towards us. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനക്കൂട്ടമാണ് നാം. What a blessed people we are, brethren. തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ. We are the ones who have been chosen. രാജകീയ പുരോഹിതവർഗം. We have been given a royal priesthood. നമുക്ക് ഒരിക്കലും We have a great responsibility. May God help us.